വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ ഭയങ്കര രസമായൊരു തോന്നിയൊരു രാജ്യം. അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ വരണ്ടായിരുന്നു എന്ന് തോന്നിയ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. കാരണം ഞാൻ പ്ലാൻ ചെയ്യുന്നത് തന്നെ ആ രാജ്യത്ത് പോയി ഇന്ന സ്ഥലങ്ങൾ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിട്ട് പോണ. അപ്പം പോയി ചെന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇതുവരെ അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടില്ല. അങ്ങനെയൊന്നും വന്നിട്ടില്ല. എല്ലാ രാജ്യവും ഭയങ്കര പുതിയ പുതിയ കാഴ്ചകളായതുകൊണ്ട് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓരോന്നിനും അതിൻ്റെതായ ബ്യൂട്ടി. ഭയങ്കര രസമാണ്. എനിക്ക് അങ്ങനെ മോശമാണെന്നൊന്നും ഒരു രാജ്യവും തോന്നിയിട്ടില്ല. പിന്നെ പല സ്ഥലത്തും ചിലപ്പോൾ മോശം അനുഭവങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷെ എനിക്ക് അതും കുറവാണ്. 1-2 കേസുകളല്ലാണ്ട് അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒട്ടും വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല എന്ന് തോന്നിയത് അർജന്റീനയാണ്. കുറെ എന്തൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാത്തൊരു രാജ്യമാണ് അർജന്റീന. പക്ഷെ കുറച്ച് രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയൊരു വാവ് ഫാക്ടർ അല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇങ്ങനെ അതിശയിപ്പിക്കണമൊന്നും ഇല്ലാത്ത പോലെ തോന്നി. ഒരു നോർമൽ സ്ഥലം. അങ്ങനെ അവിടെ ചെന്നെ ഫോണും പോയി. ഫോണും പോയോ? തട്ടിപ്പറിച്ചുണ്ട് പോയി. കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുണ്ട് പോയി. ആണോ? എന്നിട്ട് എന്ത് ചെയ്തു? ഒന്നും ചെയ്യാനില്ല, അത് പോയി. അല്ല, അപ്പൊ പോലീസിലൊന്നും കംപ്ലൈന്റ് ചെയ്തില്ല? അവിടെ അങ്ങനത്തെ ഇതൊന്നുമില്ല. പോലീസൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ ഇവിടുത്തെ പോലീസുകാരായിട്ടുള്ള ആ രീതിയിലേക്ക് അവർ ചെയ്യുന്നല്ല, അവരനങ്ങ പോലും ഇല്ല. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഫോറിനേഴ്സ് ആണെങ്കിലും നമുക്കാണെങ്കിലും എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസ് ആക്ഷൻ എടുക്കും. അവിടെ അങ്ങനെയൊന്നുമില്ല. അവിടെ എന്ന് വെച്ചാൽ സൗത്ത് ഏഷ്യ അല്ല ഈ സൗത്ത് അമേരിക്കൻ കൺട്രീസിൽ ഇത് നോർമലാണ് ഫോൺ കൊണ്ടുപോകാന്നുള്ളത്. അപ്പോ ഈ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഒക്കെ ആയിരുന്നല്ലോ. ഫോണിലൊന്നും ചെയ്യാനൊന്നും അവർക്ക് പറ്റത്തില്ല. അവർക്ക് എനിക്ക് തോന്നുന്നു ഐഫോൺ ആയിരുന്നു. എനിക്ക് മനസ്സിലാക്കിയത് അതിൻ്റെ ഉള്ളിൽ അതൊക്കെ പൊളിച്ചെടുത്തിട്ട് അതിന്റെ ഡിസ്പ്ലേ സെപ്പറേറ്റ് ആയിട്ട് ബാറ്ററി അങ്ങനത്തെ പാർട്സ് ഒക്കെ എടുത്ത് വിൽക്കായിരിക്കും. അല്ലാണ്ട് ഫോണിലെ ഡാറ്റ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ലോക്കായിട്ടിരിക്കല്ലേ. ഞാനൊന്നും ചെയ്യാനൊന്നുമില്ല. വീഡിയോ എടുത്താണ് അന്നത്തെ ദിവസം വീഡിയോ പോയി. അല്ല, ഈ പോലീസുകാരുടെ അടുത്ത് ഞാൻ ചെന്നു, പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പൊ എന്നോട് പറഞ്ഞ അവിടെ പോയി ഇരിക്കാനാ പറഞ്ഞ. 3 മണിക്കൂർ അവിടെ കുത്തിയിരുന്നു, ഒരു കാര്യമില്ല. എന്നിട്ട് ഒരു പോലീസുകാർ വന്നിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച്. സ്പാനിഷ് ആണ് ലാംഗ്വേജ്, അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ശരി. പിന്നെ ട്രാൻസ്ലേറ്ററൊക്കെ ഇട്ട് സംസാരിച്ച് അപ്പൊ അവര് മറ്റേ നമ്മുടെ ഇവിടുത്തെ FIR ഇടൂല, അതുപോലെ കംപ്ലൈന്റ് കൊടുത്ത് അതിന്റെ പേപ്പറൊക്കെ മേടിച്ച് IMEI നമ്പറൊക്കെ കൊടുത്തിട്ട് ഞാൻ അതിന്റെ പേപ്പർ മേടിച്ചു. കിട്ടിയാ അറിയിക്കാന്നൊക്കെ പറഞ്ഞു. നമുക്കറിയാം നോർമൽ ഡയലോഗ് ഒന്നുമില്ല. പക്ഷെ ഞാനത് ആ പേപ്പർ കിട്ടി എന്ന് വെച്ചാൽ ആ പേപ്പർ മേടിച്ചിട്ട് നാട്ടിൽ വന്നു. ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട്, ഞാനത് ക്ലെയിം ചെയ്ത്. അപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരമായിട്ട് $1000 കിട്ടി.